ഹായ് ഹലോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം പ്രമോ വന്നിരിക്കുന്നതിൽ റോക്കി വളരെയധികം ദേഷ്യത്തോടെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും വെറുതെ മനഃപൂർവ്വം റോക്കിയെ പ്രവോക്ക് ചെയ്യുന്ന പോലെ എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് റോക്കി പറയുന്നുണ്ട്, ഉച്ച മുതൽ നിങ്ങൾ എന്നെ ചൊറിഞ്ഞുകൊണ്ട് വരികയാണ് എന്നൊക്കെ റോക്കി പ്രമോയിൽ പറയുന്നതുണ്ട്. ഈ പ്രമോയിൽ കാണിക്കുന്നത് പോലെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഗെയിമിലോട്ട് പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജാസ്മിനും ഗബ്രിയും വെറുതെ എന്തിനാണ് ഒരാളെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. ശരിക്കും അവരുടെ ഗെയിമിൽ അവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ അവരുടെ ഗെയിം കുറച്ചും കൂടി നല്ലതായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ അവർക്ക് കളിക്കാൻ കഴിയും. വെറുതെ ഒരു കോംബോ കളിച്ച് ഹൗസിനുള്ളിലും പുറത്തും ഒക്കെ ഒരു നെഗറ്റീവാണ് കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ അവരുടെ ഒരു എന്താ ഗെയിം കളയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേരുടെ ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ശ്രീരേഖ ആണെങ്കിലും ജിൻഡോ, സിജോയ്, നോറ അങ്ങനെ എല്ലാവരുടെയും ഗെയിമിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവർ മാത്രം വെറുതെ കോംബോ കളിച്ച് അവരുടെ ഗെയിം കളയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ശ്രീരേഖ പവർ ടീമിൽ നിന്നുകൊണ്ട് തന്നെ പവർ ടീമിന് എതിരായിട്ട് കളിച്ച് അവരുടെ ഗെയിം പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ യമുന തൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. നോറ കളിക്കുന്നുണ്ട്. സിജോയ് ആണെങ്കിലും നല്ല കോൺഫിഡൻസോടുകൂടി കുറച്ചും കൂടി നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്സര എന്ന് പറയുന്നത് ഒരു ബിഗ് ബോസ് വിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്യാപ്റ്റൻസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഗെയിമും കളിക്കുന്നുണ്ട്. റോക്കിക്കെതിരെ നന്നായിട്ട് അപ്സര നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്സര നല്ലൊരു വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ഏതായാലും ഇവർ മാത്രം അപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടി ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഈ കളിയിലേക്ക് വരികയാണെങ്കിൽ കൂടുതലും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് കൂടുതലും ഒരു നല്ലൊരു ഇതായിരിക്കും അത്. കാരണം കൂടുതൽ ഇഷ്ടമായിരിക്കും ബിഗ് ബോസ് കാണുന്നവർക്ക്. കൂടുതലും ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നത് കാണാൻ തന്നെയായിരിക്കും താല്പര്യം. ഏതായാലും കൂടുതൽ ഗെയിമും ചലഞ്ചേഴ്സും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ.